യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. ഏതാണ്ട് 24 കോടിയിൽ പരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും യു പിയിലായിരിക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളത്, വലിയ സംസ്ഥാനമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സമീപ ദിവസങ്ങളിലെ ഈ PSC വിവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ യു പിയിലെ PSC സംവിധാനത്തെക്കുറിച്ചൊന്ന് നോക്കി. യു പിയിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 5 പേരാണുള്ളത്. കേരളത്തിൽ 21 പേരുണ്ട്. 21 പേര്, 3.5 കോടി അല്ലെങ്കിൽ 4 കോടി ജനങ്ങളുള്ളപ്പോൾ 21 പേര്. ഉത്തർപ്രദേശിൽ 24 കോടിയുള്ളപ്പോൾ 5 പേരാണ് PSC അംഗങ്ങൾ. ഈ 5 പേരാണ് PSC വഴി സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത്. അവരുടെ ശമ്പളം 1 ലക്ഷം രൂപയാണ്. ഇനി ഞാൻ മറ്റൊരു വലിയ സംസ്ഥാനം, ഇന്ത്യയിലെ വ്യാവസായിക തലസ്ഥാനമായ ബോംബെ ഉള്ള മഹാരാഷ്ട്രയിൽ 12 കോടി 60 ലക്ഷം ആണ് ജനസംഖ്യ. PSC അംഗങ്ങളുടെ എണ്ണം 7 അവിടെയും ശമ്പളം 1 ലക്ഷം രൂപയാണ്. PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം 1 ലക്ഷം രൂപ. മറ്റൊന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിൽ 7.5 കോടി ജനങ്ങളുണ്ട്. PSC അംഗങ്ങളുടെ എണ്ണം 7 1 ലക്ഷം രൂപയാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം. ഇനി തൊട്ടടുത്തുള്ള മറ്റൊരു സംസ്ഥാനമായ കർണാടക 6 കോടി 11 ലക്ഷം ആളുകളുണ്ട്. 9 PSC അംഗങ്ങളുണ്ട്. 1 ലക്ഷം രൂപയാണ് ശമ്പളം. ഇവിടെ ഒന്നും PSC ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പെൻഷനുമില്ല. ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി അല്ലെങ്കിൽ 4 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 21 പേരാണ് PSC വഴി നിയമനം നടത്താനിരിക്കുന്നത്. PSC ചെയർമാന് 2,24,000 രൂപ മാസ ശമ്പളം ഉണ്ടായിരുന്നത് ഇപ്പോൾ 3,87,000 ആക്കി. അംഗങ്ങൾക്ക് 2,19,000 രൂപയുണ്ടായിരുന്നത് 3,80,000 ആക്കി. ചെയർമാനും അംഗവും തമ്മിൽ 7,000 രൂപയുടെ വ്യത്യാസം. ഇനി ഒരാൾ PSC അംഗമായിട്ട് 8 മാസം ഇരുന്നാൽ 80,000 രൂപ മാസം പെൻഷൻ കിട്ടും. നമ്മുടെ കേരളത്തിലെ PSCക്കാർ എത്ര ഭാരിച്ച പണിയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി മറ്റൊന്നുകൂടെ പറയാനുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പദവികൾ, ഇന്ത്യൻ പ്രസിഡൻ്റെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. വൈസ് പ്രസിഡന്റ് 4 ലക്ഷം രൂപയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് 2,80,000 രൂപയാണ്. അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കേരളത്തിൽ വന്നിട്ട് 3,87,000 കിട്ടുന്ന PSC ചെയർമാൻ അയാൾ കൊള്ളാമെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശമ്പളം 1,66,000 രൂപയാണ്. കേരള PSC ചെയർമാൻ്റെ പകുതി ശമ്പളമില്ല. കേരള PSC അംഗത്തിൻ്റെ പകുതി ശമ്പളവും ഇല്ല. എന്താണ് കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം? കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം 1 ലക്ഷത്തിന് അടുത്തേ ഉള്ളൂ. ഇവരെക്കാൾ കുറവല്ലേ? അതെ, കുറവാണ്. മുഖ്യമന്ത്രിയുടെ ശമ്പളം അവരുടെയൊക്കെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയായ മുഖ്യമന്ത്രിക്ക് ഇവരെക്കാളും ശമ്പളം കുറവാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, സാമാന്യ ബുദ്ധിക്ക് മുതലാളിയൊക്കെ കൂടുതൽ വരുമാനം തൊഴിലാളിക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ PSC അംഗങ്ങൾക്ക് എന്താണ് മാഷെ ഇത്ര ഭാരിച്ച പണി? 21 പേർ. പല PSC ലിസ്റ്റുകളും നിയമനം നടക്കുന്നില്ല, കെട്ടിക്കിടക്കുവാണ്, ലാപ്സായി. അല്ല, ഇവരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ PSC എന്ന് പറയുന്നത് പിരിച്ചുവിടേണ്ടതാണ് എന്നതാണ്. കാരണം അവരൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം ലിസ്റ്റ് ഉണ്ടാക്കും, ആ ലിസ്റ്റ് ചിലപ്പോൾ ആരെയും നിയമിക്കില്ല. പിന്നെന്താ ഇവരുടെ ജോലി എന്ന് പറയുന്നൊരു വലിയ ക്വസ്റ്റ്യൻ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്, കുറേ കാലം എന്ന് പറഞ്ഞാൽ അധികകാലമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. PSC അംഗമാകുന്നതിന് വേണ്ടി 1/2 കോടി രൂപ കൈക്കൂലി. അപ്പോൾ അവർക്ക് 1/2 കോടി രൂപ കൈക്കൂലി കൊടുത്ത് ഒരു പോസ്റ്റിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉയർന്ന ശമ്പളം കിട്ടേണ്ടത് ആവശ്യമാണ്. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ ഈ 1/2 കോടി കൈക്കൂലി മുതലാവില്ല, കച്ചവടം നഷ്ടമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടും. ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഫാമിലി പെൻഷൻ കിട്ടും. 2 പേർക്കും അൺലിമിറ്റഡ് ചികിത്സ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 50 ലക്ഷം രൂപ കൈവച്ചതൊന്നും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരിങ്ങനെ പൈസ കൊടുക്കാനും പൈസ വാങ്ങിക്കാനും ഒക്കെ ഉള്ള സംവിധാനം, വാഹനം വേറെ, വീട് വേറെ, എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആരാണ് ഇത് തീരുമാനിക്കുന്നത്? കേരളത്തിൽ മുഖ്യമന്ത്രിയാണോ തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് തലക്കുന്നതാണ് വെളിവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനേക്കാൾ കൂടുതൽ ശമ്പളം, അത് പ്രത്യേക യോഗ്യതയൊന്നും വേണ്ടല്ലോ. PSC സർക്കാരിന് തീരുമാനിക്കാം ആരെയും ഇങ്ങനെ. വിദ്യാഭ്യാസം വേണമെന്നില്ല, നിർബന്ധമില്ല. അതെ, ഒന്നും വേണ്ട. അവർക്ക് അവരുടെ പെട്ടിയോട്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ പെട്ടിയോട്ടുകാരായി കഴിഞ്ഞാൽ അവർക്ക് അംഗമായി മാറാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആകെ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ നയം എന്ന് പറയുന്നത്
തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് ഈ പാർട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 ദിവസമായി, 2 കുറച്ച് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടക്കുന്നുണ്ട്. ആ സമരം എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിലും അതാത് പ്രദേശത്തുള്ള മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഓരോ കുടുംബത്തിൻ്റെയും ഡോർ സ്റ്റെപ്പിലെത്തി അവരുടെ കണ്ണീരൊപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആശാവർക്കർമാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ സർക്കാരിൻ്റെ തന്നെ മുഖം നിൽക്കുന്ന പ്രവൃത്തി നടത്തുന്നതാണ്. സർക്കാരിൻ്റെ സന്ദേശവാഹകരാണ്. ആണ്. കാരണം നമുക്കറിയാം, എനിക്ക് വളരെ കൃത്യമായിട്ട് നാട്ടിലെ ആശാവർക്കർമാർക്കുള്ള അംഗീകാരവും അതേപോലെ തന്നെ അവരുടെ സേവനവും കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. ഇവർക്ക് ആകെ കൊടുക്കുന്നത് 7000 രൂപയോട് 7000 രൂപ കൊടുക്കുന്നു, ഓണററിയായിട്ട് കൊടുക്കുന്നു. അത് തന്നെ ഇപ്പോൾ 3-4 മാസമായിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ പൊറുതിമുട്ടിയിട്ടാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സമരവുമായിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ വരുന്നത്. ഇപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ബേസിക് ക്യാരക്ടർ എന്തായിരിക്കണം? പാർശ്വവൽക്കരുതർ, തൊഴിലെടുക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അവർക്കൊക്കെ ആവശ്യമായി ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായഹസ്തം നീട്ടുക. അതാണ് അവർ പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശാവർക്കർമാരുടെ എല്ലാ ആശകളെയും തല്ലിക്കെടുത്തി അവരെ നിരാശരാക്കി ആ ജോലി പോലും ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരല്ലാത്താക്കി മാറ്റുന്നൊരു സമീപനമാണ് സർക്കാർ എടുക്കുന്നത്. അതേ സമയത്താണ് സർക്കാർ മറുവശത്ത് ചില പ്രമാണിമാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രമാണിമാരുടെ നോമിനികൾ, അങ്ങനെയാണല്ലോ ഏതെങ്കിലുമാണല്ലോ സംഭവിക്കുന്നത്. അവർക്കൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഞെട്ടിപ്പോയിട്ടുള്ളൊരു കാര്യം, പ്രൊഫസർ KV തോമസ് എന്ന് പറയുന്നൊരു മനുഷ്യനെക്കുറിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫസർ KV തോമസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ പ്രൊഫസർ നമുക്ക് മുഴുവൻ നാണക്കേടായിട്ട് എന്നാണ് ഞാൻ മനസ്സിലായി. അല്ല, പ്രൊഫസർ ആയിരിക്കുന്ന അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ശമ്പളം, പെൻഷനുണ്ട്. ആ പെൻഷൻ UGCയുടെ പെൻഷൻ അടക്കം അയാൾ വാങ്ങിക്കെടുക്കുന്നുണ്ട് ഒരു വശത്തൂടെ. പിന്നെ MLA ആയിരുന്ന സമയത്ത്, MP ആയിരുന്ന സമയത്ത്, മന്ത്രി ആയ സമയത്ത് അത്തരം പെൻഷൻ വേറെ ഒരു ചാനലിലൂടെ ഒഴി വരും. ഈ 2 പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി, ഡൽഹിയിൽ അങ്ങനെ ഒരു പ്രതിനിധി എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഒരു രാജ്യമാണ്, ഒരു അംബാസഡർ. അങ്ങനെ അംബാസഡറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അംബാസഡറായിട്ട് അയാളോടെ പോയി എന്ത് പണിയാണ് അയാൾ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. കേരളത്തിന് വേണ്ടിയിട്ട് പക്ഷേ പിണറായി വിജയന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി അയാളോടെ പല പണിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. BJPയിലുള്ള പല MPമാരെയും മന്ത്രിമാരെയൊക്കെ അദ്ദേഹം MP ആയിരുന്ന കാലത്ത് പരിചയമുണ്ട്. ഇനി വല്ല SFIയോ Oയോ അല്ലെങ്കിൽ EDയോ ഒക്കെ വരികയാണെങ്കിൽ തടയിടാൻ പറ്റുമോ എന്നുള്ളതാണെന്ന് ശത്രുക്കൾ പറയുന്നുണ്ട്. നമ്മളല്ല, ശത്രുക്കൾ പറയുന്നുണ്ട്. അതിനാണ് അങ്ങനെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും ദോഷമുണ്ടാകുന്ന വല്ല കാര്യങ്ങളും നടക്കുകയാണ്, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ജോലി. പുള്ളിയുടെ ഒരു കാര്യസ്ഥനായിട്ട് അവിടെ വർക്ക് ചെയ്യണം എന്നുള്ള അതിൻ്റെ മനസ്സിലായി. തോമസ് മാഷ് അവിടെ ചെന്നിട്ട് സംസ്ഥാനത്തിന് വിഹിതം കിട്ടിയിട്ടില്ല, അതിന് കോടതി പോയിട്ട് വരുന്നു, കോടതി തലക്കടിയും കൊടുത്ത് വിട്ടു. അതാണല്ലോ ഏറ്റവും, കേരളത്തിന് സാമ്പത്തിക വിഹിതം കിട്ടുക എന്നുള്ളതാണല്ലോ. വയനാട് ദുരന്തത്തിനുള്ളതൊന്നും കിട്ടിയിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കിട്ടിയിട്ടുണ്ടെന്ന് കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും മേടിച്ചെടുത്ത് കൊണ്ടുവരാൻ തോമസ് മാഷിന് കഴിഞ്ഞതായിട്ട് ഇതുവരെ നമ്മുടെ മുന്നിൽ ബോധ്യമില്ല. പിന്നെന്താണ്? നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലോജിക്ക് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല എന്താണ് ഒന്നുമില്ലാതെ ചെയ്യുമോ. CPMകാർക്ക് ആർക്കും മനസ്സിലാവില്ല. ഞാൻ പല CPMകാരോടും ചോദിച്ചു, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെന്തിനാണ് ഈ മേള ചുമക്കുന്നത്? മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം പിന്നെ സഹാക്കളോട് പറയാൻ പറ്റുമോ? അതെ, സാധാരണ സഹാക്കൾക്ക് മനസ്സിലാവാത്ത ഒരു പൊളിറ്റിക്സ് അതിനകത്ത് വർക്ക് ഉണ്ടാവും. അതായിരിക്കും അതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന തരത്തിലേക്ക് ഈ സർക്കാർ മാറിക്കഴിയുമ്പോഴാണ് സർക്കാരിന് ഈ ശമ്പള വർധനവ് ഇങ്ങനെ നിർവഹിക്കാനായിട്ട്. അത് മാത്രമല്ല, വേറെ പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ ഓരോ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കേരളത്തിൻ്റെ സ്ഥിതി, കേരളത്തിൽ 30 പേര്, ഞാൻ നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ 15 പേര്, പരമാവധി 15 പേര്. കേന്ദ്രമന്ത്രിമാർക്ക് പരമാവധി 15 പേരുള്ളൂ. ഇന്ത്യ മുഴുവനുള്ള കാര്യങ്ങൾ നോക്കുന്ന കേന്ദ്രമന്ത്രിമാർക്ക് പരമാവധി പേഴ്സണൽ സ്റ്റാഫ് 15 പേരാണ്. അവർക്ക് പെൻഷൻ ഇല്ല കേരളത്തിൽ. അതുകൊണ്ട് അല്ല, കേരളം എന്ന് പറയുന്നത് ആ മേഖലയിൽ വലിയ തരത്തിൽ സർക്കാരിൻ്റെ ഫണ്ട് മോഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വഴികൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ക്ലാസ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഒരു വർഗ. അങ്ങനെ അവർക്കൊരു ക്ലാസ് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ, അവർ തൊഴിലാളി വർഗ പാർട്ടിയാണ് എങ്കിൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? 2 ലക്ഷം ശമ്പളം കിട്ടിയിരിക്കുന്നവൻ്റെ ശമ്പളം 4 ലക്ഷമാക്കി മാറ്റി കൊടുക്കലല്ല അവർ ചെയ്യേണ്ടത്. ജീവിക്കാനായിട്ട് ഒന്നും ലഭ്യമല്ലാതെ ഓരോ വീട്ടിലും പോയി സേവനം ചെയ്ത് അവരുടെ കണ്ണീരൊപ്പിക്കൊണ്ടിരിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാരുടെ ശമ്പളം 7000 രൂപയിൽ നിന്ന് അല്പമെങ്കിലും കൂട്ടിക്കൊടുക്കാനായിട്ട് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ,
മനുഷ്യനാകണം എന്ന് മുദ്രാവാക്യം മാത്രം മതി എന്ന്. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്. ഈ PSC അംഗങ്ങളുടെ ശമ്പള വർധനവ് മിക്കവാറും 2 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കും. അങ്ങനെ വരുമ്പോൾ മിക്കവാറും അംഗങ്ങൾക്ക് കുറഞ്ഞത് 250 കോടി രൂപയെങ്കിലും കൈ കിട്ടും. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് ഈ 250 കോടി രൂപ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അരപ്പങ്ക് ഇവർക്ക് ആർക്കെങ്കിലും കിട്ടില്ലേ? പരദൂഷണം പറയരുത്. അങ്ങനെ ആയിരിക്കും. അല്ലാതെ എന്ത് ലോജിക്ക് അതിനകത്ത്? എന്തെങ്കിലും ലോജിക്ക് സാധാരണയിൽ നമുക്ക് പറയാൻ. ഈ പാർട്ടിയെക്കുറിച്ച് ഏഴ്സൺ മാഷ് ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികനും CPM-ലെ പിണറായി ഉൾപ്പെടെ ഒരുപാട് ആളോട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അങ്ങേക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവും? അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പല സമയത്തും വിളിച്ചു പറയുന്നത്. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ. ഇടതുപക്ഷം എന്ന നിലക്ക് നമുക്കതിനെ വായിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അത് വലതുപക്ഷം പോലുമല്ല, വലതുപക്ഷത്തിനപ്പുറത്തുള്ള എന്തൊക്കെയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഗവൺമെൻറ് പ്ലീഡർമാർ അവരുടെ ശമ്പളമായിരുന്നു വർദ്ധിപ്പിച്ച വാർത്ത ഉണ്ടായിരുന്നില്ല. അവർ പിന്നെ പണിയെടുക്കുന്നുണ്ടെന്ന് പറയാം. അല്ല, ഞാൻ പറയുന്നത് അവർ എല്ലാ ദിവസവും കോടതി പോകണം. അതിൽ കുറച്ച് ആളുകളെ മാത്രമാണ്, എനിക്കെല്ലാവരും അറിയാം, അതിൽ കുറച്ച് ആളുകൾ മാത്രമാണ് പണിയെടുക്കാൻ കൊള്ളാവുന്ന ആളുകൾ. ബാക്കിയുള്ളവർ പണിയെടുക്കാൻ കൊള്ളാത്ത ആളുകളാണ്. മനസ്സിലായി? അപ്പോൾ ഈ പണിയെടുക്കാൻ കൊള്ളാത്ത ആളുകളെ കസേരയിലിരുത്തി കാശ് കൊടുക്കുന്ന ഒരു പ്രതിഭാസം കൂടി അതിൻ്റെ അകത്തുണ്ട്. സഖാക്കളെ ഒരു പോസ്റ്റ് സഹാവാവണേന് എന്താ കുഴപ്പം? സഹാവിനെ നിയമിക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇവർ പണിയെടുക്കാനായിട്ട് കൊള്ളാത്ത ഒരാളെ നമ്മൾ എന്തിനാണ് ഗവൺമെൻറ് പ്ലീഡർമാരായിട്ട് കൊണ്ട്? അവർ പണിയെടുക്കുന്നില്ലെങ്കിലും നമ്മൾ കേസ് വരുമ്പോൾ പുറത്തുനിന്ന് മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവരുമല്ലോ. അതെ. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ മൊത്തം എന്താണ്? കച്ചവടവും അതേപോലെ തന്നെ കള്ളക്കച്ചവടവും കാശ് അടിച്ചെടുക്കുന്ന. പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ജാഥ വിളിക്കാനും അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അതായത് സർക്കാരിൻ്റെ ഫണ്ട് എന്നുവെച്ചാൽ പൊതുവേ ജനങ്ങളുടെ ഫണ്ട്. നമ്മൾ എല്ലാവരും നികുതി കൊടുക്കുമ്പോൾ ആ നികുതി ഒഴുകിയെത്തിയാണ് ഖജനാവ് പതുക്കെ വീർക്കുന്നത്. അത് എവിടെയെങ്കിലുമൊക്കെ സൂചിക്ക് കുത്തി ചോർത്തി അതിലൂടെയെങ്കിലും കാശ് കൊണ്ടുപോകുന്ന ഒരു ഇടപാടായിട്ട് ഇതെല്ലാം മാറിത്തരികയാണെന്ന് വെച്ചാൽ എന്തിനാണ് പിന്നെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാനും അംഗീകരിക്കാനും വോട്ട് കൊടുക്കാനും കഴിയും? CPM-ന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അറിയാം, 2 ദിവസം ഇതൊരു വാർത്തയാവും, പിന്നെ ജനം അങ്ങ് മറക്കും. അതെ, ജനത്തിൻ്റെ പ്രശ്നം തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടത്. കാരണം ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷവും ഇവർക്ക് യാതൊരുവിധമായിട്ടുള്ള നാണവും ഉളുപ്പുമില്ലാതെയൊക്കെ നടക്കാനായിട്ട് പറ്റുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളെല്ലാം മറന്നു പോകുന്നതിൻ്റെ. ജനങ്ങൾക്ക് സ്ഥിരമായ ഓർമ്മയില്ല. അരണയെക്കുറിച്ച് പറയുന്ന പോലെ അരണ നമ്മളെ കടിക്കാൻ വരും, അപ്പോൾ പിന്നെ മറന്നു പോകുന്നതാണ് പറയുന്നത്. അല്ല, ജനങ്ങളുടെ വലിയൊരു പ്രശ്നമുണ്ട്. ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ കർശനമായിട്ട് ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ട് കണ്ട് തിരുത്താനായിട്ട് പറ്റുന്ന ശക്തിയായിട്ട് മാറിയില്ലെങ്കിൽ. അല്ല, എൻ്റെ അത്ഭുതമില്ല പിയേഴ്സൺ മാഷെ. ഈ കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ കേൾക്കുന്ന ഒരു സർക്കാരാണ് കർണാടകയിൽ, അല്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ മുഡ എന്ന് പറയുന്ന മൈസൂരു ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ പ്ലോട്ട് സ്വന്തം പേരിലാക്കി അവസാനം കേസായപ്പോൾ തിരിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ വലിയ അഴിമതി. അവിടെ പോലും 9 PSC അംഗങ്ങളും, കേരളത്തെക്കാൾ 2.5 കോടി ആളുകൾ കൂടുതലുണ്ട്, 9 PSC അംഗങ്ങളും 1 ലക്ഷം രൂപയെ അവർക്ക് ശമ്പളമുള്ളൂ. അപ്പോഴാണ് കേരളത്തിൽ 3,87,000 രൂപ. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, പത്രങ്ങളിൽ വരുന്നുണ്ട്, ടെലിവിഷൻ ഡിസ്കഷൻസ് ഉണ്ട്, മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് ഡിസ്കഷൻ വരുന്നത്. ഇതൊക്കെ ഇവർ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് യാതൊരു പ്രശ്നമില്ല. അത് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അൺടച്ചബിളാണ്. നമ്മളെ തൊടാൻ പറ്റില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ജീർണതയും കുന്നുകൂടി ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് എത്ര പേരുണ്ട്? എനിക്ക് അത്ഭുതം തോന്നുന്നു. അവിടെ 5 PSC അംഗങ്ങളേ ഉള്ളൂ, 24 കോടി ജനങ്ങളുള്ള സ്റ്റേറ്റിൽ. എനിക്ക് പലപ്പോഴും തോന്നി PSC അംഗങ്ങളുടെ ആവശ്യമില്ല. ഞാനത് പൊതുവെ എന്തിനാണ് ടെസ്റ്റ് നടത്തുന്നു? അത് വെറുതെ ടെസ്റ്റ് നടത്തുന്നു. അതിൽ പാസ്സാവുന്ന ആളുകൾക്ക് എന്താണ് അവരുടെ മാർക്ക് അനുസരിച്ചിട്ട് റാങ്ക് നിശ്ചയിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളുടെ ആവശ്യമില്ല. ഇൻ്റർവ്യൂ നടത്തി ഇവരെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനെ കഴിഞ്ഞ് ഞാൻ PSC എഴുതിയാണ്. ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നാണ് മെച്ചപ്പെട്ട റാങ്കായിരുന്നു. പക്ഷേ ഞാൻ ലെക്ചർ പോസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു, ഫിലോസഫി. പക്ഷേ ആരും എടുത്തില്ല അതിനകത്ത്. അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല. ലിസ്റ്റിൽ ആരും എടുത്തില്ല. ആരും എടുത്തില്ല. ഇതാണ് പൊതുവെ പല പോസ്റ്റുകളിലേക്കുള്ള സ്ഥിതി. ഇൻ്റർവ്യൂ കഴിഞ്ഞാണ്. എല്ലാം കഴിഞ്ഞ് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. പക്ഷേ പിന്നീട് അവരെല്ലാം തീരുമാനിച്ച് ആരും എടുക്കണം, തീരുമാനിച്ചു. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനാണ് PSC അംഗങ്ങൾ. അതിനാണ് ഈ പൈസ ഇവർ കൊടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കി. അയ്യന്മാരെ ഒന്നും എടുക്കണ്ട. അങ്ങനെ തീരുമാനം എടുത്ത് നോക്കി കിട്ടിയില്ല. അതിനുശേഷം പിന്നീട് പരീക്ഷ നടത്തി. ഞാൻ പരീക്ഷ എഴുതിയില്ല. ആ ലിസ്റ്റിൽ 1, 2 അല്ലെങ്കിൽ 3, 5 പേര് അവർ. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ ഇവർ ഉദ്ദേശിച്ച ആരോ വന്നിട്ടില്ല. അതുകൊണ്ട് ആ ലിസ്റ്റ് ക്യാൻസൽ. അതായിരിക്കുള്ളൂ.
അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പിന്നീട് ഈ കാര്യമൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് അപ്പോൾ മനസ്സിലായി നമ്മൾ പിന്നെ അത് ഉപേക്ഷിച്ചു. എന്തിനാണ് ഈ PSC ചെയർമാനും പരിവാരങ്ങളും ഒന്നും ഇപ്പോൾ മനസ്സിലായി. അതെ, അത് മാത്രമല്ല നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഇടപെടുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത്. അത് ഇപ്പോഴും ഈ വലിയ പോസ്റ്റുകൾക്കൊക്കെ ഇപ്പോഴും ആ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്കാണ് ഇവർ ഇരുത്തിയിരിക്കുന്നത്. വെച്ചാൽ അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ PSC അംഗങ്ങളെന്ന് പറയുന്നത്. എന്നാൽ നിയമനം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പ്രൊഫസർ NM ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പ്രൊഫസർ കെവി തോമസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് പ്രൊഫസർ എന്ന് പറയുന്നതിൻ്റെ വലിയ നാണക്കേടായിട്ട് മാറിയിരിക്കുന്നത് ഞാൻ കണക്കാക്കും. ഞാൻ ഇടയ്ക്ക് ടെലിവിഷൻ ചർച്ചയൊക്കെ നടത്തി ഇദ്ദേഹത്തെ ചീത്ത പറഞ്ഞ ഇയാൾ ഒരു ആർത്തി ഭണ്ഡാരമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ പങ്കെടുത്തു. പുള്ളിൻ്റെ മഹത്വമൊക്കെ ഉണ്ടായിരുന്നില്ല. അത് ശരി. ഇത്തരം കക്ഷികളാണുള്ളത്. എന്ത് ചെയ്യാൻ? ഏതായാലും ഇത് ജനങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ജനങ്ങളറിയട്ടെ, ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ജനത്തിന് ശീലമായിപ്പോയി. ആണ് ജനങ്ങൾ അവരുടെ ശീലം മാറ്റണമെങ്കിൽ ഇവരൊക്കെ മാറുള്ളൂ. അതെ. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.